ഹായ്, ഇറ്റ്സ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ഐ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ആയി ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് വടക്കഞ്ചേരി സ്പെഷ്യാലിറ്റീസ്, വടക്കഞ്ചേരിയുടെ പ്രത്യേകതകൾ. അപ്പോൾ വടക്കഞ്ചേരിയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തും ഒരു പട്ടണവുമാണ് വടക്കഞ്ചേരി എന്നത്. NH 544 ഇതുവഴിയാണ് കടന്നു പോകുന്നത്. NH 544 മണ്ണൂത്തി വടക്കഞ്ചേരി ഭാഗമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ 6-വരി പാത. അതും മറ്റൊരു പ്രത്യേകതയാണ്. വടക്കഞ്ചേരിയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 37.88 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35,969 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വടക്കഞ്ചേരിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാലക്കാടും തൃശ്ശൂരുമാണ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. വാഹന രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് KL9, KL 49 എന്നിവയാണ് വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾ എന്ന് പറയുന്നത്. വടക്കഞ്ചേരിയുടെ വളരെ പ്രകൃതി രമണീയമായ, അല്ലെങ്കിൽ ഭൂപ്രകൃതികൾ കൊണ്ടൊക്കെ വളരെ മനോഹരമായൊരു പ്രദേശമാണ് വടക്കഞ്ചേരി എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ് വടക്കഞ്ചേരിയുടെ. ആലത്തൂരാണ് പാർലമെൻറ്റ് മണ്ഡലം. ആലത്തൂരിന് കീഴിലും നിയമസഭാ മണ്ഡലം എന്നത് തരൂരിന് കീഴിലുമാണ് വടക്കഞ്ചേരി വരുന്നത്. പാലക്കാട് നിന്നും ഏകദേശം 35 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും ഏകദേശം 33 കിലോമീറ്ററും ആലത്തൂരിൽ നിന്നും ഏകദേശം 8.4 കിലോമീറ്ററും തരൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററും നെന്മാറയിൽ നിന്നും ഏകദേശം 14 കിലോമീറ്ററുമാണ് വടക്കഞ്ചേരിയിലേക്കുള്ള ദൂരമെന്ന് പറയും. പാലക്കാട് ജില്ലയിലെ ഒരു പട്ടണവും ഒരു ഗ്രാമപഞ്ചായത്തുമാണ് വടക്കഞ്ചേരി എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.